ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. സൂപ്പർ ഓവർ വരെ നീണ്ട മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ കീഴടക്കി ഡൽഹി ക്യാപിറ്റൽസ്. നമ്മൾ ഈ മത്സരത്തിലേക്ക് വന്നാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കഴിഞ്ഞ മത്സരം, അതായത് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരവുമായി ഏറെ സമാനതകളുള്ള ഒരു മത്സരമായിരുന്നു ഇത്. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ ചേസിൽ പകുതി എത്തിയപ്പോഴേക്കും വിജയസാധ്യത കൂടുതൽ അവർക്കായിരുന്നു. അവർ ആ സ്കോർ ഈസിയായിട്ട് ചേസ് ചെയ്യുമെന്ന് തോന്നിച്ചെങ്കിലും മുംബൈ ശക്തമായി തിരികെ വന്നു. മത്സരം തിരികെ പിടിച്ചു. ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുംബൈയുടെ സ്ഥാനത്ത് ഡൽഹിയും ഡൽഹിയുടെ സ്ഥാനത്ത് രാജസ്ഥാനുമായിരുന്നു. അതായത് ചേസിന്റെ ഒരു സമയത്ത് രാജസ്ഥാൻ റോയൽസ് കുതുക്കിയായിരുന്നു. അവർ അനായാസം വിജയിക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ അവസാന നിമിഷം മിച്ചൽ സ്റ്റാർക്കിന്റെ മികവിൽ അവർ മത്സരത്തിലേക്ക് തിരികെ വന്നു. പിന്നീട് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. സൂപ്പർ ഓവറിൽ അവർ അനായാസം രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കുകയും ചെയ്തു. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ബൗളിംഗ് ആണ് തെരഞ്ഞെടുത്തത്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ റണ്ണൊഴുകിയ പിച്ചായിരുന്നു. അതായത് ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് വിന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് 230 ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. എന്നാൽ ഈ സീസൺ വന്നപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 200 അടിച്ചു. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് 193 റൺസ് മാത്രമാണ് എടുത്തത്. ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ മത്സരത്തിലേക്കാൾ കുറച്ചുകൂടി ഡ്രൈ ആയിരുന്നു പിച്ച്. സ്പിന്നർമാർക്ക് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടുന്ന ഒരു ബോളും ബാറ്റും തമ്മിൽ കുറച്ചുകൂടി ഒരു ഈവൻ കോൺടെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പിച്ചായിരുന്നു ഇന്നലത്തേത്. അല്ലാതെ കഴിഞ്ഞ സീസണിലേതുപോലെ 230, 240 ഒക്കെ ഈസി ആയിട്ട് പറക്കുന്നതിനേക്കാൾ നമ്മൾ പറയുന്ന പോലെ, അതായത് ശരിക്കും വേണ്ട പോലെ തന്നെ ബോളേഴ്സിനെ കുറച്ച് ഹെൽപ്പൊക്കെ വേണം. എന്നാലേ ഉള്ളൂ ആ ഒരു മാച്ച് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ ഒരു രസമുള്ളൂ. ഒരു സൈഡിൽ ചുമ്മാ അടി മാത്രം വരാതെ ബോളേഴ്സിന് അവരുടെ സ്കില്ല് യൂസ് ചെയ്താൽ ഒരു റിസൾട്ട് കിട്ടുന്ന പിച്ച് വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പിച്ച് എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിരുന്നു. സ്പിന്നേഴ്സിന് ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. ആ പിച്ചിൽ തുടക്കത്തിൽ നല്ല രീതിയിലാണ് രാജസ്ഥാൻ റോയൽസ് ബോൾ ചെയ്തത്. അവിടെ അവരുടെ ബോളിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുഷാർ ദേശ്പാണ്ഡെ ആയിരുന്നു. ഇപ്പൊ ഞാൻ നമ്മുടെ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദേശ്പാണ്ഡെക്ക് പകരം ആകാശ് മദ്വാളിനെ ടീമിൽ കണ്ടാൽ കൊള്ളാം എന്നെനിക്ക് ഉണ്ട് എന്ന് ഞാൻ നമ്മുടെ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ ദേശ്പാണ്ഡെ എറിഞ്ഞ ഓവറിൽ അഭിഷേക് പൗരൽ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അത് ബോളിന് ഗുഡ് ലെങ്തോ ഷോർട്ട് ലെങ്തോ ഏത് ലൈനോ ആയിക്കോട്ടെ, ആ ഓവറിൽ നന്നായിട്ട് നമ്മുടെ അഭിഷേക് പൗരൽ തുഷാർ ദേശ്പാണ്ഡെ അറ്റാക്ക് ചെയ്തു. പക്ഷെ ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം നന്നായിട്ടാണ് പന്ത് എറിഞ്ഞത്. അതിപ്പോ ഇനി നമ്മുടെ ജോഫ്ര ആർച്ചർ ആയാലും അതുപോലെ തന്നെ പിന്നെ എറിഞ്ഞ സന്ദീപ് ശർമ്മ ആയാലും ബാക്കിയുള്ള ബോളേഴ്സ് ആയാലും ഒരു തുടക്കത്തിൽ പവർ പ്ലേയിൽ നല്ല രീതിയിൽ തന്നെയാണ് പന്തെറിഞ്ഞത്. പവർ പ്ലേയിൽ തന്നെ ഒരു മികച്ച റൺ റേറ്റോടെ മുന്നോട്ട് പോകാൻ ഡൽഹിയെ നമ്മുടെ രാജസ്ഥാൻ അനുവദിച്ചില്ല. പവർ പ്ലേയിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 46 റൺസ് മാത്രമാണ് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് സ്കോർ ചെയ്തത്. ഇപ്പൊ അവരുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോ മാത്രമല്ല, അതിന് മുമ്പ് ഇപ്പം നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ടീം അനാലിസിസ് വീഡിയോയിൽ വരെ പറഞ്ഞ കാര്യമുണ്ട്. ജേക്ക് ഫ്രേസർ മഗ്ഗർക്ക് ഫോമിലല്ല, അതായത് വളരെ മോശം ഫോമിലാണ് മഗ്ഗർക്കുള്ളത്. അപ്പോൾ ഇനി മഗ്ഗർക്കിന് വരെ മറ്റൊരു താരത്തിന് അവസരം കൊടുക്കണം. പ്രത്യേകിച്ച് ഫാഫ് ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫാഫുമായിട്ട് ഡയറക്റ്റ് സ്വാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ ഫാഫ് ഫുള്ളി ഫിറ്റ് ആയിരുന്നില്ല. അപ്പോൾ മഗ്ഗർക്കിന് അവസരം കൂടെ കിട്ടി. ആദ്യത്തെ ഓവറിൽ ഒരു 2 4 അടിച്ചെങ്കിലും പക്ഷേ പിന്നീട് പുള്ളി സ്ഥിരം ഔട്ടാവുന്ന പോലെ ഒരു അഗ്ലി ഒരു ഷോട്ടിന് ശ്രമിച്ചിട്ട് പുള്ളി ഔട്ടായി. അപ്പോൾ ഒട്ടും ഫോമിലല്ല. ഇപ്പൊ ഞാൻ അടുത്ത മത്സരത്തിൽ ഫാഫ് ഫിറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഗ്ഗർക്കിനെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് പവർ പ്ലേ പോയത്. ഇപ്പൊ മിഡിൽ ഫേസ് വന്നപ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ 2 സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പൊ തീക്ഷ്ണ ആയാലും ഹസരംഗി ആയാലും നന്നായിട്ട് അവരെ റെസ്ട്രിക്ട് ചെയ്തു. അതായത് ആ ഒരു ഫേസിലും ഒരു നല്ല റൺ റേറ്റ്, ഒരു 9 റൺ റേറ്റിലൊന്നും കുതിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് ഒരു മിഡിൽ ഫേസിലും എടുത്തത് 65 റൺസ് മാത്രമാണ്. ആ 9 ഓവറിൽ 65 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺസ് മാത്രമാണ് അവർ ആ ഒരു ഫേസിലും എടുത്തത്. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മത്സരത്തിൽ 89 റൺസ് എടുത്ത കരുൺ നായർ നിർഭാഗ്യകരമായിട്ട് റൺഔട്ടായി. ആ റൺഔട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡൈവ് ചെയ്തിരുന്നെങ്കിൽ കരുൺ നായറിനെ ഒഴിവാക്കാമായിരുന്നു. ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. തിരിച്ച് ജസ്റ്റ് ചെറിയൊരു മാർജിനിലാണ്. അപ്പോൾ ഡൈവ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഒഴിവാക്കാൻ പറ്റുന്ന റൺഔട്ട് ആയിരുന്നു. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, 0 റൺസിന് തന്നെ കരുൺ നായർ റൺഔട്ടായി. പിന്നീട് അഭിഷേക് പൗരൽ 49 റൺസാണ് എടുത്തത്. പിന്നെ KL രാഹുൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ മിഡിൽ ഓവേഴ്സിൽ നമ്മുടെ രാജസ്ഥാൻ ബോളേഴ്സ് നന്നായിട്ടാണ് ബോൾ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പിച്ചിൽ ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് വളരെ നന്നായിട്ടാണ് നമ്മുടെ ഇവർ ബോൾ ചെയ്തത്. അങ്ങനെ ബോൾ ചെയ്തപ്പോഴത്തേക്ക് രാഹുലിന് ഇപ്പോൾ സ്ഥിരം അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. രാഹുലിന് 32 പന്തിൽ 38 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് ഭീകരമായിട്ട് സ്ട്രഗിൾ ചെയ്തെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതായത് റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടി. അതായത് ബൗണ്ടറീസ് കണ്ടെത്താൻ മിഡിൽ ഓവേഴ്സിൽ നമ്മുടെ KL രാഹുൽ നന്നായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ മിഡിൽ ഓവേഴ്സിലും 7.2 എന്ന റൺ റേറ്റിൽ മാത്രമേ അവർക്ക് കളിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഡെത്ത് ഓവേഴ്സ് വന്നപ്പോഴേക്കും അക്ഷർ പട്ടേൽ വന്നിട്ട് അക്ഷർ പട്ടേൽ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിച്ചത്. അതുപോലെ കൂടിന് ട്രിസ്റ്റൻ സ്റ്റെപ്സൂടെ വന്നപ്പോഴേക്കും സ്കോറിങ്ങിന് വേഗം കൂടി. അക്ഷർ പട്ടേൽ 14 പന്തിൽ 34 റൺസാണ് എടുത്തത്. കാരണം അത്രയൊരു എക്സ്പ്ലോസീവ് ഇന്നിംഗ്സ് ആയിരുന്നു. ഹസരംഗയൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അതുവരെ ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്തിരുന്ന ഹസരംഗയൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. പിന്നീട് ഔട്ട് ആയെങ്കിലും ആ ഒരു ഇമ്പച്വസ്, ആ ഒരു പുഷ് നൽകാൻ നമ്മുടെ അക്ഷർ പട്ടേലിനായി. പിന്നെ സ്റ്റെപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റെപ്സ് നല്ലൊരു ഇമ്പാക്ട് ഇന്നിംഗ്സ് ആണ് കളിച്ചത്. 18 പന്തിൽ നിന്ന് 34 റൺസാണ് സ്റ്റെപ്സ് എടുത്തത്. ഇവിടെ ഒരു കാര്യം പറയേണ്ടത്, സ്റ്റെപ്സിന്റെ സ്കോർ 12 നിൽക്കുമ്പോൾ റിയാൻ പരാഗ് സ്റ്റെപ്സിന്റെ ഒരു ക്യാച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒരു ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഫലം മറ്റൊന്നായാണ്. ഇപ്പോൾ ഈ മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ 2 ടീമുകളും ക്യാച്ച് കളഞ്ഞിട്ടുണ്ട്. 2 ടീമുകളുടെ ഭാഗത്തു നിന്ന് മോശം ഫീൽഡിംഗ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രിവ്യൂ വീഡിയോയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, രാജസ്ഥാൻ റോയൽസ് അവരുടെ ഫീൽഡിംഗ് മെച്ചപ്പെടുത്തണം. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സോൾട്ടിന്റെയും വിരാട് കോഹ്ലിയുടെയും ക്യാച്ച് തുടക്കം തന്നെ കളഞ്ഞു.
ആ മത്സരം അവർ തോറ്റ രീതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഫീൽഡിംഗ് മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മത്സരത്തിൽ പരാഗ് വരെ ക്യാച്ച് കളഞ്ഞു. പരാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ഫീൽഡേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് പരാഗ്. പരാഗിന്റെ സൈഡിൽ നിന്ന് വരെ ഡ്രോപ്പ് വന്നു. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് വളരെ ക്രൂഷ്യലായിട്ട് മാറുകയും ചെയ്തു. പിന്നെ നമ്മുടെ സ്റ്റബ്സ് ഒരു 22 റൺസോട് അധികം കൂട്ടിച്ചേർത്തു. അപ്പോൾ ആ ഒരു ഇവര് മത്സരം സൂപ്പർ ഓവറിലേക്കാണ് നീണ്ടത്, അതായത് സ്കോർസ് ലെവലായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റബ്സിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് അതേപോലെ അടിക്കാൻ വേറെ അവർക്ക് ആരുമില്ല DC-ക്ക്. കാരണം ഓൾറെഡി മിക്കവാറുള്ളവരെല്ലാം ഔട്ടായി. അത് മാത്രമല്ല ഫീൽഡിങ്ങിൽ വേറെയും കുറെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ആ ഇന്നിങ്സിൽ ലാസ്റ്റ് ബോൾ ശ്രദ്ധിച്ച തീക്ഷ്ണാസ് വെറും ഒരു സിമ്പിൾ ക്യാച്ചാണ് കളഞ്ഞത്. അതുപോലെ മിസ്ഫീൽഡ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന ഫീൽഡിങ് വീണ്ടും മോശമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴേക്കും ഒരു സമയത്ത്, അതായത് ഒരു 15 ഓവർ കഴിയുമ്പോൾ ഇവരൊരു 170 ഒതുങ്ങും എന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. എന്നാൽ ഈ ഒരു അക്ഷർ പട്ടേലിന്റെ സ്റ്റബ്സിന്റെ ഒരു ഇതും അതുപോലെ തന്നെ ഒരു മിസ്ഫീൽഡും എല്ലാം കൂടെ വന്നപ്പോഴേക്കും ഇവരുടെ സ്കോർ 188 എന്ന നിലയിലെത്തി. അതായത് നമ്മൾ പ്രതീക്ഷിച്ചത്, അതായത് രാജസ്ഥാൻ അവരെ ഒതുക്കാവുന്നതിലും ഒരു 20 റൺസ് കൂടുതൽ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് എടുത്തു. എന്നാലും അതൊരു ഡോണ്ടിങ് ടാർഗറ്റ് ആയിരുന്നില്ല. പിച്ചിൽ ബാറ്റിംഗ് അത്ര ദുഷ്കരമൊന്നും ആയിരുന്നില്ല. എന്നാൽ സ്പിന്നേഴ്സിന് ഹെൽപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതായിരുന്നു കാര്യം. അപ്പോൾ ഇനി ചേസിംഗിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. സ്റ്റാർക്കിനെ തുടക്കത്തിൽ തന്നെ ജയ്സ്വാൾ അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് മുകേഷ് കുമാറിനെ സഞ്ജു 6 അടിച്ചു. അങ്ങനെ വന്നപ്പോഴേക്കും നല്ലൊരു അറ്റാക്കിംഗ് രീതിയിൽ തന്നെയാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് പവർ പ്ലേ തുടങ്ങിയത്. അവർക്കൊരു 10+ റൺ റേറ്റിൽ പവർ പ്ലേയിൽ റൺസ് സ്കോർ ചെയ്യാനും കഴിഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസ് വെറും 46 റൺസ് എടുത്ത സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിന് 63 റൺസ് എടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിനിടയിൽ അവർക്ക് സംഭവിച്ച തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു പരിക്കേറ്റ് പുറത്തായി. അതായത് വിപ്രസ്നികത്തെ ആദ്യം ഒരു 4-6 ഒക്കെ അടിച്ച് നിന്നിട്ട് ഒരു കട്ട് ഷോട്ടിന് ശ്രമിച്ചിട്ട് ആ റിബ് ഏരിയയിൽ ഒരു ഇഞ്ചുറി വന്നിട്ട് നമ്മുടെ സഞ്ജു റിട്ടയർഡ് ഹർട്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് അവരുടെ മൊമെന്റ് ഒന്ന് സ്റ്റോൾ ചെയ്തു. പിന്നെ വന്ന റിയാൻ പരാഗ് കുറേ ഡോട്ട് ബോൾസ് ഇട്ടു. കാര്യമായിട്ട് ഒന്നും കളിക്കാൻ കഴിഞ്ഞില്ല. സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 11 പന്തിൽ 8 റൺസാണ്. അവസാനം അക്ഷർ ബൗൾഡ് ആക്കി. അക്ഷറിന്റെ ഈ സീസണിലെ ആദ്യ വിക്കറ്റ് കൂടിയാണ് റിയാൻ പരാഗ്. അപ്പോൾ കളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു മൊമെന്റം സ്റ്റോൾ ചെയ്തു. പിന്നെ നമ്മുടെ ജയ്സ്വാൾ ഒരറ്റത്തൊന്ന് കളിച്ചു, 50 തികച്ചു. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് ജയ്സ്വാൾ നേടുന്ന 3ാമത്തെ 50 പിന്നീട് നിതീഷ് റാണ നന്നായിട്ട് കളിച്ചു. ഇവിടെ പറയേണ്ടത് നിതീഷ് റാണയുടെ ഒരു ക്യാച്ച് സ്റ്റബ്സ് കളഞ്ഞിരുന്നു. അപ്പം നിതീഷ് റാണയുടെ അതായത് സ്റ്റബ്സിന്റെ ക്യാച്ച് നമ്മൾ റിയാൻ പരാഗ് കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ നിതീഷ് റാണയുടെ ക്യാച്ച് സ്റ്റബ്സ് കളഞ്ഞിരുന്നു. പിന്നീട് നിതീഷ് റാണ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അവസാനം ഒരു 6 ഓവറിൽ 73 റൺസൊക്കെ വേണ്ട സമയത്ത് നിന്നിട്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത ഒരു റിക്വയർഡ് റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ നമ്മുടെ നിതീഷ് റാണയ്ക്കായി. പിന്നീട് ധ്രുവ് ജുറലും ഡീസൻ്റ് ആയിട്ട് തന്നെ ബാറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്വിങ്ങിങ് യോർക്കർ, മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ഇൻസ്വിങ്ങിങ് യോർക്കറിലാണ് നമ്മുടെ നിതീഷ് റാണ പുറത്താവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിതീഷ് റാണയുടെ ഒരു ബ്ലിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും രാജസ്ഥാൻ റോയൽസ് ഈസി ആയിട്ട് ജയിക്കുമെന്ന് കരുതിയതാണ്. അവസാന ഓവറിൽ വേണ്ടത് 9 റൺസ് മാത്രമായിരുന്നു. ആ ഓവറിൽ 5 യോർക്കേഴ്സാണ് മിച്ചൽ സ്റ്റാർക്ക് എക്സിക്യൂട്ട് ചെയ്തത്. അതായത് പുള്ളിയുടെ ആ ഒരു പീക്ക് ടൈമിൽ എങ്ങനെയാണോ മിച്ചൽ സ്റ്റാർക്ക് ബോൾ ചെയ്തത് അതുപോലെയാണെങ്കിൽ അവസാന ഓവറിൽ മിച്ചൽ സ്റ്റാർക്ക് ബോൾ ചെയ്തത്. 5 യോർക്കേഴ്സ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ആ ഓവറിൽ വെറും 9 റൺസ് വേണ്ടെടുത്ത് 8 റൺസ് എടുക്കാൻ മാത്രമാണ്. ഒരു ബിഗ് ഹിറ്റിന് പോലും രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴേക്കും മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിലെ അഞ്ചാമത്തെ പന്ത് വേണമെങ്കിൽ ഓടാമായിരുന്നു. പക്ഷേ ട്രിസ്റ്റൻ സ്റ്റബ്സിന്റെ ഒരു സൂപ്പർ ത്രോ ആയിരുന്നു. ട്രിസ്റ്റൻ സ്റ്റബ്സ് പെട്ടെന്ന് ആംഗിൾ കവർ ചെയ്ത് ബോള് തിരിച്ച് ത്രോ ചെയ്ത് കൊടുത്തു. പക്ഷെ അത് കുറച്ചൊരു വൈഡ് ത്രോ ആയിരുന്നു. വേണമെങ്കിൽ ഒരു റിസ്ക് എടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് അവർ സൂപ്പർ ഓവറിൽ ഒരു കാരണവുമില്ലാതെ എടുത്ത റിസ്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പന്ത് വേണമെങ്കിൽ ഒരു റിസ്ക് എടുത്ത് നോക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് ഉറപ്പില്ല. ചിലപ്പോൾ റണ്ണൗട്ട് ആയേക്കാം. പക്ഷെ ത്രോ കുറച്ച് വൈഡായിരുന്നു. റണ്ണൗട്ട് ആയേക്കാം. ഞാനിവിടെ കമ്പയർ ചെയ്യുന്നത് അവർ സൂപ്പർ ഓവറിൽ കാണിച്ച മണ്ടത്തരം വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കൊന്ന് ട്രൈ നോക്കാമായിരുന്നു. പക്ഷേ മത്സരം സൂപ്പർ ഓവറിലേക്ക് പോയി. ഇവിടെ സൂപ്പർ ഓവറിൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് രാജസ്ഥാനാണ് അത് ബാറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അവർ ചൂസ് ചെയ്തത് നമ്മുടെ റിയാൻ പരാഗിനെയും ഹെറ്റ്മേറിനെയാണ്. ഇവർ രണ്ടുപേരും ഇന്നത്തെ മത്സരത്തിൽ നല്ല ടച്ചിലുള്ള താരമായിരുന്നില്ല. ഇപ്പോൾ സഞ്ജു കൊണ്ടുവന്ന മൊമെന്റം മുടക്കിയത് തന്നെ, സ്റ്റോൾ ചെയ്തത് തന്നെ നമ്മുടെ റിയാൻ പരാഗാണ്. റിയാൻ പരാഗ് കണ്ടിന്യൂസ് ആയിട്ട് ഡോട്ട് ബോൾ പ്ലേ ചെയ്തിട്ടാണ് ആ ഒരു 10+ റൺ റേറ്റ് ഉണ്ടായിരുന്ന ടീമിന്റെ റൺ റേറ്റ് വരെ കുറഞ്ഞു പോയത്. കാരണം ടച്ചിലല്ല. അതുപോലെ ഹെറ്റ്മേർ ആണെങ്കിൽ നമ്മുടെ മിച്ചൽ സ്റ്റാർക്കിന്റെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു പന്ത് 4 പോയത് എഡ്ജ് പിടിച്ച് 4 പോയതാണ്. അത് എക്സലന്റ് ഒരു യോർക്കർ ട്രൈ ചെയ്തതാണ്. അത് എങ്ങനെയോ എഡ്ജ് തട്ടി അത് 4 പോയി. അല്ലാതെ മിച്ചൽ സ്റ്റാർക്കിനെതിരെ ഒരു നല്ല രീതിയിൽ കളിക്കാൻ ഹെറ്റ്മേറിന് കഴിഞ്ഞില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിതീഷ് റാണ ഉണ്ടായിരുന്നു. നിതീഷ് റാണ ഓഫ് കോഴ്സ് മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിലാണ് പുറത്തായത്. പക്ഷേ നിതീഷ് റാണ നല്ല ടച്ചിലായിരുന്നു. സഞ്ജുവിന് പരിക്കാണ്. സഞ്ജു നല്ല ടച്ചിലായിരുന്നെങ്കിൽ സഞ്ജുവിന് പരിക്കാണ്. പിന്നെ അവർക്ക് ജയ്സ്വാൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ചൂസ് ചെയ്തത് ഹെറ്റ്മേറിനെയും പരാഗിനെയാണ്. ഇവിടെ കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച് 2 പന്തുകളിൽ റണ്ണൗട്ടായി. നമുക്കറിയാം 2 വിക്കറ്റുകളെ സൂപ്പർ ഓവറിലുള്ളൂ. അത് അവസാനം വെറുതെ കൊണ്ട് കളഞ്ഞു. ഇപ്പോൾ കറക്റ്റ് കീപ്പറിന്റെ കയ്യിൽ, രാഹുലിന്റെ കയ്യിൽ കറക്റ്റായിട്ട് പിടിച്ച ബോളാണ്. റിയാൻ പരാഗിനെ കണക്ട് ചെയ്യാൻ പറ്റാതെ കറക്റ്റ് പിടിച്ച ബോളാണ് ഹെറ്റ്മേർ ചുമ്മാ ഇറങ്ങി ഓടിയത്. അത് പൊക്കി ആ മിച്ചൽ സ്റ്റാർക്കിന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ സ്റ്റാർക്കിന് ഉണ്ടായിരുന്നുള്ളൂ.
കാരണം പരാഗ് ഇറങ്ങിയിട്ടില്ല ക്രീസിൽ നിന്ന്. പക്ഷേ ഹെറ്റ്മെയർ വെറുതെ ഇറങ്ങി ഓടി. അപ്പുറത്ത് ചെന്നിട്ട് ഞാൻ 2 6 അടിക്കാമെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു പുള്ളി വെറുതെ ഇറങ്ങി ഓടി. അതിന് മുമ്പ് 3 പന്തിൽ 10 റൺസുള്ള ടീമായിരുന്നു. ഒരു 15-16 റൺസ് വരേണ്ടടുത്താണ് ഒരു റൺഔട്ട് വന്നത്. ഇനി തൊട്ടടുത്ത പന്തിൽ അടുത്ത റൺഔട്ട്. അത് ഒരു 2 ഇല്ല, അവിടെ ഒരു നീഡ്ലെസ് റണ്ണിങ് ആയിരുന്നു. അതൊരു 2 റൺസിൽ അവിടെ ആദ്യം ഒരു വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ റിസ്ക് എടുക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ ഒരു ഇൻഎക്സിസ്റ്റന്റ് 2-ന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി വിക്കറ്റും ഇല്ല, അതോടെ പോയി കഴിഞ്ഞാൽ സൂപ്പർ ഓവറിൽ തീർന്നു കാര്യം. എന്നിട്ടും ഹെറ്റ്മെയർ ആ റിസ്ക് എടുത്തു. ജയ്സ്വാളിന് നല്ല ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന പ്ലെയർ തന്നെയാണ്. അപ്പുറത്ത് നിന്ന് ജയ്സ്വാളിന് കിട്ടിയാൽ ജയ്സ്വാൾ അടിക്കുക. വെറുതെ ഒരു റണ്ണിന് വീണ്ടും ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ലാതെ റൺഔട്ടായി. അതോടെ ഒരു 10-16 റൺസിൽ എത്തേണ്ട ടീം 11 റൺസിൽ ഒതുങ്ങി. ഇനി സൂപ്പർ ഓവർ ആർച്ചറിന് പകരം സന്ദീപ് ശർമ്മയ്ക്കാണ് കൊടുത്തത്. അതും പലരും വിമർശിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ആലോചിക്കുമ്പോൾ ആർച്ചർ തന്നെ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ആർച്ചറും 19ാമത്തെ ഓവറിൽ എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും ഇവിടെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സന്ദീപ് ശർമ്മ ഈസി ആയിട്ട് അവർ ലൈനപ്പ് ചെയ്തു. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, സന്ദീപ് ശർമ്മയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് യോർക്കറും സ്ലോ ഷോർട്ട് പിച്ച് ബോളുകളുമാണ്. ഇപ്പോൾ ആദ്യത്തെ പന്ത് അങ്ങനെ നമ്മുടെ രാഹുലിനെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ പന്ത് സെയിം ബോളാണ് വരുന്നതെന്ന് മനസ്സിലാക്കി രാഹുൽ ലെഗ് സൈഡിലേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് ഓഫിലേക്ക്, അതായത് വേക്കൻറ്റ് സ്പേസിലേക്ക് സുഖമായിട്ട് ഒരു ബൗണ്ടറി അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല യോർക്കർ എറിഞ്ഞു. പിന്നെ നമ്മുടെ സ്റ്റബ്സ് വന്നപ്പോൾ സ്റ്റബ്സിന് മനസ്സിലായി വരുന്നത് സ്ലോ ഷോർട്ട് ബോൾ ആണെന്ന് മനസ്സിലായി. സ്റ്റബ്സ് കൃത്യമായിട്ട് തൂക്കി അത് പുറത്ത് കളഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്കും അവർ 4 പന്തുകൾക്കുള്ളിൽ തന്നെ സ്കോർ ചേസ് ചെയ്തു. ഇവിടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വന്നില്ല. അതായത് സന്ദീപ് ശർമ്മ എറിയാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് 1, 2, 3 ബോൾ മിക്സപ്പ് ചെയ്ത് എറിയാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ വൈഡ് ലൈൻ യോർക്കേഴ്സ് എറിയാഞ്ഞതിന് കാരണം ആ 20ാം ഓവറിൽ പോയ 4 വൈഡുകളായിരിക്കാം. കാരണം ആ 20ാം ഓവർ 11 പന്തുകളാണ് സന്ദീപ് ശർമ്മയ്ക്ക് എറിയേണ്ടി വന്നത്. അതുകൊണ്ടായിരിക്കും വൈഡ് യോർക്കറിലേക്ക് റിസോർട്ട് ചെയ്യാതിരുന്നത് സന്ദീപ് ശർമ്മ. അപ്പോൾ അത് വന്നപ്പോഴത്തേന് ഒരു വേരിയേഷനോടെ കുറഞ്ഞു. ആകപ്പാട് യോർക്കറും സ്ലോ ഷോർട്ട് പിച്ച് ബോളുകൾ മാത്രമായി. അങ്ങനെ വന്നപ്പോൾ അവർ അനായാസമായിട്ട് അവരത് മനസ്സിലാക്കി കളിച്ചു, വിജയിക്കുകയും ചെയ്തു. വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രാജസ്ഥാൻ റോയൽസിൽ നിന്നും മത്സരം ഡൽഹി ക്യാപിറ്റൽസിന് അനുകൂലമാക്കിയ മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. അത് ശരിക്കും ഡിസേർവ്ഡ് ആണ്. കാരണം അവസാന 2 ഓവറുകളിൽ അത്രയും എമൗണ്ട് ഓഫ് യോർക്കേഴ്സ്, അത്രയും ആക്യുറസിയോടെയാണ് മിച്ചൽ സ്റ്റാർക്ക് യോർക്കറുകൾ എറിഞ്ഞത്. അപ്പോൾ തീർത്തും ഡിസേർവ്ഡ് ആയിട്ടുള്ള അവാർഡ് തന്നെയാണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം പറഞ്ഞാൽ ലൈഫ് ഒരു ഫുൾ സർക്കിളിൽ എത്തിയെന്ന പോലെയാണ്. കാരണം കഴിഞ്ഞ മത്സരം അവർ ജയിക്കേണ്ടതായിരുന്നു, തോറ്റു. ഈ മത്സരം അവർ തോൽക്കേണ്ടതായിരുന്നു, ജയിച്ചു. അപ്പോൾ അവർ 6 മത്സരങ്ങളിൽ നിന്ന് 5 ജയത്തോടെ പോയിന്റ് ടേബിൾ ടോപ്പിലെത്തി. കോൺഫിഡൻസ് ഹൈ ആണ്. അവർക്ക് കാര്യങ്ങളെല്ലാം നല്ല ഇത് തന്നെയാണ്. അക്ഷർ പട്ടേലും ബോളിങ്ങിലും പതുക്കെ ഫോമിലേക്ക് വരുന്നുണ്ട്. ബാറ്റിങ്ങിലും നല്ലൊരു ഹാൻഡ് അക്ഷർ പട്ടേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മഗ്ഗർക്ക് മാത്രമാണ്. അത് അവർക്ക് ആശങ്കപ്പെടാനില്ല. ഫാഫ് വരുമ്പോൾ അവർക്ക് ഡയറക്റ്റ് സ്വിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. രാജസ്ഥാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സഞ്ജു പറഞ്ഞതുപോലെ കുറച്ചുകൂടി ആ ഗ്രൂപ്പിനുള്ളൊരു കോൺഫിഡൻസ് വന്നേനെ. പക്ഷെ നിർഭാഗ്യവശാല മത്സരം തോറ്റു. ഇനി 2 ടീമും ഫീൽഡിങ് ശരിയാക്കണം. അത് പക്ഷേ രാജസ്ഥാൻ ഒന്നുകൂടി വേണം. കാരണം ഡൽഹിയുടെ പ്ലേസിൽ നിന്ന് കിട്ടുന്ന അത്രയും കോൺട്രിബ്യൂഷൻ രാജസ്ഥാൻ പ്ലേസിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഫീൽഡിലും കൂടി ഇങ്ങനെ ഉഴപ്പിക്കഴിഞ്ഞാൽ മത്സരം തീർച്ചയായിട്ടും കൈവിട്ട് പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഫീൽഡിങ്ങും ഇവർ റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.